ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഉമ്മാക്ക് സർപ്രൈസായിട്ട് ഇങ്ങനൊരു പൂവാണ് എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ തന്നെ റെസ്പോൺസ് ഉണ്ടായി. അതിനെല്ലാവർക്കും ആദ്യം തന്നെ ഒരു താങ്ക്സ് പറയാണ്. ആ വീഡിയോ കണ്ടവരുടെ ഒരു ഏജ് ഞാൻ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു 40 വയസ്സിന് ശേഷമുള്ള ആൾക്കാരാണ് കാണുന്നത്. അതായത് ഇത്തരം സർപ്രൈസുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഉമ്മമാരും ഉപ്പമാരൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന ഒരു കാര്യത്തിൽ എനിക്ക് മനസ്സിലായി. അപ്പം ഇന്നെന്തായാലും ഞങ്ങൾ പോകുന്ന ദിവസമായി 29-ാം തീയതി. ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ ആയിട്ടായിരിക്കാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവുകയാണ്. ഉമ്മാൻ്റെ ഇപ്പോഴത്തെ ഒരു ഫീൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല സന്തോഷമുണ്ട്, എന്നാൽ അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. കാരണം ഈ ഒരു പോക്ക് ഉമ്മയും ഉപ്പയും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തതാണ്. പക്ഷേ അത് നടന്നില്ല. ഉപ്പ ഇപ്പം ഞങ്ങളുടെ കൂടെ ഇല്ല. എന്തായാലും ഇൻഷാ അല്ലാഹ് ഉപ്പാക്ക് വേണ്ടിയിട്ടും ഞങ്ങൾക്കൊരു ഉംറ ചെയ്യണം. അപ്പം അതെല്ലാം കൂടി മനസ്സിലൊരു നെയ്യത്തൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ 8:30-ക്കാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ഉള്ളത്. ഞങ്ങൾ ഏകദേശം ഒരു 5:30 മണി കഴിഞ്ഞപ്പോൾ തന്നെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൂടെ ഹസ്ബൻഡ് ഫ്രണ്ടും കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ടായതുകൊണ്ട് ഒരു കാര്യം അങ്ങനെ അറിയേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, നേരെ പോയാൽ മതിയെന്ന്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ മാത്രമായതുകൊണ്ട് സാവധാനം എല്ലാം ഒന്ന് റെഡിയാക്കി. പിന്നെ നമുക്ക് ലഗേജ് കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ ലഗേജിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ കുറച്ച് നേരത്തെ എത്താം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു 5:30 മണി കഴിഞ്ഞപ്പോഴത്തേന് തന്നെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ പോവാണ് കേട്ടോ. ലഗേജും കാര്യങ്ങളൊക്കെ കൊടുത്തു. വെയിറ്റൊക്കെ ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഹാൻഡ് ബാഗിലൊരു കുറച്ച് എന്തോ ഒരു കൂടുതലുണ്ടായിരുന്നു. അത് പിന്നെ ഞങ്ങളെടുത്ത് മാറ്റി. പിന്നെ ഞങ്ങൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോവാണ് കേട്ടോ. പിന്നെ അവിടെ ചെന്ന് വെയിറ്റ് ചെയ്തിരിക്കല്ലാതെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. ഇതൊക്കെ സത്യം പറഞ്ഞൊരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ചെറുപ്പത്തിലൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒന്ന് വിമാനത്തിൽ കയറാനും. അത് ഓൾമോസ്റ്റ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ള ആൾക്കാർ കുറച്ച് കൂടുതലും ഉണ്ടാവും. അപ്പം ഇങ്ങനെ വിമാനത്തിൽ കയറി ഒന്നും എങ്ങോട്ടെങ്കിലും പോകാനും, ഇപ്പോൾ പുറത്തൊരു രാജ്യത്ത് പോകണമെന്നൊന്നുമില്ല, നമ്മുടെ നാട്ടിൽ നിന്നൊന്നും വേറൊരു നാട്ടിലേക്ക് പോയാലും മതി, ഇങ്ങനെയൊക്കെ ഒന്ന് പോകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുപ്പത്തിലൊന്നുമല്ല, ഒരു കുറച്ച് വർഷങ്ങൾ മുന്നേ വരെ ഭയങ്കര ആഗ്രഹങ്ങൾ. അപ്പം നമുക്ക് എന്ത് കാര്യവും നല്ല രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുക, നമ്മൾ പടച്ചവനോട് പറയുകയാണെങ്കിൽ അത് നമുക്ക് എന്തായാലും ഒരു അവസരത്തിൽ നമ്മുടെ ജീവിതത്തിൽ കിട്ടും എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണങ്ങളാണ് ഞങ്ങളെ യാത്രയൊക്കെ കേട്ടോ. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഇപ്പം 1-2 പ്രാവശ്യം പോകാനും വരാനൊക്കെ ഉള്ള ഭാഗ്യം കിട്ടി, അൽഹംദുലില്ലാ. അത് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഫ്ലൈറ്റിൽ കയറാനും കാണാനും. പക്ഷേ എത്ര പ്രാവശ്യം കണ്ടാലും വീണ്ടും ഒരു എക്സൈറ്റ്മെൻറ്റാണ്. നമ്മൾ ആദ്യം ഇങ്ങനെ ആകാശത്ത് കൂടെ പോകുമ്പോൾ വരെ ഇറങ്ങി ഓടിപ്പോയി നോക്കി നിൽക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പം ഇപ്പം നമുക്കതിൽ കയറാനും പോകാനൊക്കെ പറ്റുമ്പോൾ അത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. അൽഹംദുലില്ലാ. വല്ലാത്തൊരു ചെക്കിങ്. ഫ്ലൈറ്റ് കാട്ടി കൊടുത്താ എല്ലാവർക്കും. ഹെലികോപ്റ്റർ അല്ല, ഫ്ലൈറ്റ്. എയറിന്റെ നല്ല വലുപ്പാണ്. ഇതല്ലേ ഇപ്പൊ നമ്മള് ആകാശത്ത് കൂടെ കാണുമ്പോ എത്ര ചെറുതല്ലേ. അതാ ജനലേ. അയിമല്ലാണേ വലിച്ചു പോണോ പാച്ചു.
FED നമ്മൾ ഇല്ല 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 കുറച്ച് സമയം കൂടെ ഉള്ളു. പറഞ്ഞ ഹാപ്പിയാണോ? ഹാപ്പി അല്ലേ? കൊറേ സമയം വേണോ? എന്നാ കൊറേ സമയമുണ്ട്. ഫുഡല്ലേ അന്റെ ഫുഡ് ഇപ്പൊ ഫുഡ് കഴിക്കണ്ട. ഫുഡ് കൊണ്ടല്ലോ सभी वीडियो से डिलीवरी की वे अपने स्थान पर बैठे रहे और सीट दबने की तुरंत पहले सुनाए। यदि ऊपर लगे लाल ट्यूब में हवा बंद में बुला सकते हैं। बच्चों के लिए केवल एक टॉगल खींचे। अगर आप ओविंग स्टिक का इस्तेमाल कर रहे हैं तो कृपया लाइफ जैकेट को विंग पर उतरने की बाद ही बुलाएं। जैकेट में एक बत्ती लगी जो धागा बैटरी से पानी से जाने पर चल जाती है। याद रहे लाइफ जैकेट को सिर्फ आप गली स्थिति द्वारा और इस्तेमाल करें। बिना कैबिन खोलने या अनुमति के बिना इसे बुलाना छेड़ना तक मना है। इस विमान पर 8 आपातकालीन निकासी द्वार है। द्वार सामने, द्वार पीछे और वे के ऊपर 4 तिथियां। इन्हें निकासी संकेतों से पहचान कर लें। आपातकालीन फर्श पर लगी फ्लोरोसेंट बत्तियां जल जाएंगी और आपकी नजदीकी निकासी द्वार दिशा दिखाएंगी। दिशा निर्देशक आपकी सीट पॉकेट में रखी है, ध्यान से पढ़ें। धन्यवाद। We will now demonstrate the safety features of the aircraft. Your safety is most concerned and safety features differ from other aircraft. You are able to understand cabin crew members in front of you. ഫ്ലൈറ്റ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. കറക്റ്റ് ടൈമിൽ തന്നെ എടുത്തു കേട്ടോ. ഞങ്ങൾക്ക് എയർ ഇന്ത്യയാണ് ഇപ്രാവശ്യം കിട്ടിയത്. അപ്പം ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, അഥവാ ക്യാൻസലാവോ എന്നുള്ള. കാരണം ചില സമയത്ത് ക്യാൻസലാവുക അല്ലെങ്കിൽ കുറച്ച് ഡിലേ ആവാറൊക്കെ കേൾക്കാറുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. കറക്റ്റ് ടൈമിൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ ഹെലികോപ്റ്റർ അതാണോ? ഇറങ്ങുന്നത് കറക്റ്റ് ഇതിൻ്റെ പാച്ചും ഉമ്മയും കൂടി പുറത്തത്തെ കാഴ്ചകൾ കാണാം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാനും പാച്ചുമാണ് വിൻഡോ സീറ്റിന് വേണ്ടിയിട്ട് തല്ലോടിയത്. ഇപ്രാവശ്യം അത് ഉമ്മയും പാച്ചുമാണ്. രണ്ടാൾക്കും കാണണം. പാച്ചു വിൻഡോ സീറ്റ് ആർക്കും കൊടുക്കൂല. അപ്പം രണ്ടാളും കൂടി ഒരുമിച്ചൊരു സീറ്റിലിരുന്നുകൊണ്ടാണ് കാണുന്നത് കേട്ടോ. അങ്ങനെ ഒരു 4-4:45 മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ദമാമിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് അപ്പം ടയേർഡായ പോലെ തോന്നി. കാരണം നോമ്പ് നോച്ചിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പം നോമ്പും ഈ ഫ്ലൈറ്റിൽ ഇങ്ങനെ നമുക്ക് ഇരിക്കുമ്പോൾ വേറെ നമ്മൾ നോർമലി റോട്ടിൽ കൂടെ പോണ പോലെയല്ല. നമുക്ക് അതിലേറെ ഒന്നും കൂടി എനിക്കൊന്നും നമുക്കൊരു ക്ഷീണം തോന്നും. വെറുതെ ഇരിക്കുകയാണ്. നമുക്ക് ഇത് പോകുന്നുണ്ടോയെന്ന് പോലും അറിയില്ല. ചെറിയൊരു സൗണ്ട് ഇങ്ങനെ കേൾക്കാമെന്നല്ലാതെ ഇത് പോകുന്നതായിട്ടൊന്നും തോന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇരുന്നിരുന്ന് ആകെ അങ്ങോട്ട് ഒരു ക്ഷീണം വന്ന പോലെ തോന്നി. പക്ഷെ ഇവിടെ വന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് ഓക്കെ ആയി. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥയും നമ്മളവിടുത്തേലേറെ ഒന്നും കൂടി തണുപ്പാണ് ഇപ്പോൾ തോന്നുന്നുണ്ട്. കൂടുതലൊരു തണുപ്പ് ഫീൽ ചെയ്തു.
അപ്പം എയർപോർട്ട് പിന്നെ കുറച്ച് നേരം ഞങ്ങളൊന്ന് ചുറ്റിക്കണ്ടു. പിന്നെ കാക്കു വരാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു, വണ്ടി റെഡി ആവാത്തതുകൊണ്ട്. ഞങ്ങൾ ഇവിടുന്ന് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടാണ് പിന്നെ കാക്കു വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ദമാമിലെ വിശേഷങ്ങളും റൂം കാര്യങ്ങളൊക്കെ ഇനി അടുത്തൊരു വ്ളോഗിൽ ചെയ്യാം. ഞാൻ ആക്ച്വലി നല്ലോണം ഒന്ന് ടയേർഡ് ആയിട്ടുണ്ട്. ഇനി ചെന്ന് ഞങ്ങൾക്ക് കുറേ പരിപാടി ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് കുറേ എടുത്തു വെക്കാനും വീടൊക്കെ ഒന്ന് ക്ലിയർ ആക്കാനും അങ്ങനെ കുറേ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ എനിക്ക് ബാക്കി വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇവിടെ എത്തിയ വരെയുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബാക്കി ഞങ്ങളെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.